ദൈവത്തിന്റെ രക്ഷ നമുക്ക് ഓരോരുത്തർക്കും കാണുക എന്ന് പറയുന്നത് ജീവിതത്തിൽ വലിയൊരു മഹാഭാഗ്യം തന്നെയാണ് അല്ലെ. ജീവിതത്തിൽ ദൈവത്തിന്റെ രക്ഷ കാണാതെ ഈ ലോകം വിട്ടു പോകുന്നത് എന്താണ് ഒരു ആത്മാവിനെ സംബന്ധിച്ച് നാശമാണ് അല്ലെ. രക്ഷ അല്ലെങ്കിൽ നാശം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. അതായത് ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ഈ ഭൂമിയിൽ മനുഷ്യരുടെ ജീവിതങ്ങളിൽ നമ്മുടെ ഈ ഭൂമിയിൽ ജീവനോടെ ആത്മാവോടും ശരീരത്തോടും കൂടി ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ രക്ഷയെ നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ആ വ്യക്തി നാശത്തിന്റെ ഭീകരതയിലാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ അല്ലെങ്കിൽ തെളിവാകും അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ ഒരു വ്യക്തി എന്താണ് ഭയങ്കരമായിട്ട് മുടിയൊക്കെ വളർത്തി ഒരു പ്രത്യേകമായ വേഷവിധാനം, ഒരു സാമാന്യം ഒരു മനുഷ്യന്റെ രൂപം എന്ന് പറഞ്ഞാല് ഒരു സാമാന്യ മാന്യതയോടുകൂടെ തന്നെയുള്ള ഡ്രസ്സും വസ്ത്രധാരങ്ങളും ഒക്കെ ആയിരിക്കും അല്ലേ. അല്ലേ? ഒരു ദൈവകൃപയുള്ള ഒരു മനുഷ്യനെ കാണുമ്പോ തന്നെ അറിയാം ഒരു ചൈതന്യത്തിന്റെ അടയാളങ്ങൾ അല്ലേ. അവന് ആ വ്യക്തിയുടെ ജീവിതം, ആ വ്യക്തിയുടെ സ്വഭാവം ഒരു മനുഷ്യൻ ബാഹ്യ രൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവ് അവിടെ ഹൃദയത്തിലാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഹൃദയത്തിൽ കയറി നോക്കാൻ പറ്റില്ല. പക്ഷെ ഒരു മനുഷ്യനെ കാണുമ്പോൾ ഉള്ള പുറമേ ഉള്ള ആ ഒരു മാന്യമായ രൂപം ഒരു വ്യക്തിത്വത്തെ തെളിയിക്കുന്നതാണ് അല്ലേ. ഇപ്പൊ നമ്മളിപ്പോ ഒരു എന്താണ് ഇപ്പോ ഈ നിറത്തിന്റെ കാര്യം പറഞ്ഞു തന്നെ പരസ്യമായി ആക്ഷേപിക്കുന്ന കാലഘട്ടത്തിലാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യന്റെ ഒരു എന്താണ് ഒരു സാധാരണ നോർമലി എന്നാല് ഒരു വൃത്തിയും വെടിപ്പും മാന്യതയുള്ളൊരു വസ്ത്രധാരണത്തിന് ഉള്ള ഒരു വ്യക്തിയെ നമുക്ക് എവിടെ ചെന്നാലും നമുക്കൊരു ബഹുമാനപൂർവ്വമായിക്കുള്ളൂ നമ്മൾ ശ്രദ്ധിക്കുന്നു അല്ലെ. അപ്പോ നമ്മളുടെ ഇത്രയും ബാഹ്യമായ കാര്യങ്ങളിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നു. ഇപ്പൊ നമ്മള് ദൈവകൃപയുമായി ഐക്യപ്പെടുന്ന ഇതാണെങ്കിൽ ഇപ്പോ കള്ളു കുടിച്ച് അങ്ങനെയുള്ളൊരു മോശമായ ജീവിതമാണെങ്കിൽ ഒരു ദൈവീക ഇടപെടലുകൾ വഴി ആൾക്ക് ഈ രൂപമാറ്റത്തിന് സമയമൊന്നും ഉണ്ടാവില്ല അല്ലെ. ഉടനെ തന്നെ ജീവിതത്തിന്റെ മാറ്റങ്ങൾ ഉണ്ടാവും, ശരീരത്തിന്റെ മാറ്റങ്ങൾ ഉണ്ടാവും, സ്വഭാവത്തിന്റെ മാറ്റങ്ങൾ ഉണ്ടാവും. ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? രക്ഷയുടെ അടയാളങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. ഒരു ആത്മാവിന്റെ രക്ഷയുടെ അടയാളങ്ങൾ. ഇപ്പൊ പണ്ട് മോശപ്പെട്ട അവസ്ഥയാണെങ്കിൽ ഇപ്പൊ അവൻ അങ്ങനെയല്ല, അവൻ നല്ല വളരെ ഡീസന്റ് ആയിട്ടാണ് ജീവിക്കുന്നതെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പോ എന്താണ് സ്വീകരിക്കേണ്ടവ സ്വീകരിക്കുമ്പോഴാണ് രക്ഷയുടെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കുന്നത്. അല്ലേ. ഞങ്ങളുടെ ഇവിടെ കുറച്ച് ദൂരമായിട്ടൊരു വ്യക്തി ഉണ്ടായിരുന്നു. ആ പുള്ളിനെ കാണുമ്പോ തന്നെ എനിക്കൊക്കെ ഭയങ്കര പേടിയാണ്. കാരണം ഭയങ്കര ഒച്ചപ്പാടും ബഹളവും പിന്നെ ഭയങ്കരമായിട്ട് കള്ളു കുടിക്കുമായിരുന്നു. അപ്പോ ഇപ്പോ മനുഷ്യൻ ഒരു ആത്മീയമായിട്ടൊക്കെ ജീവിക്കുന്നുണ്ട്. അപ്പൊ ഭയങ്കര സൈലന്റ് ആയിപ്പോയി. നമുക്ക് അയാളെ കാണുമ്പോ തന്നെ ഭയമാണ്. കാണുന്ന വെച്ചാൽ ഭയങ്കരമായിട്ട് ആവശ്യമില്ലാണ്ട് വഴി കിടന്നൊക്കെ വെച്ചുണ്ടാക്കും, ബഹളം ഉണ്ടാകും, ചീത്തവിളിയും തെറിവിളിയും ഒക്കെ ആയിരിക്കും, വെറുതെ മെക്കിട്ട്. പക്ഷെ എവിടെയോ ദൈവം ഇടപെട്ടു ഏതോ സമയത്ത്, എങ്ങനെയാ സംഭവം എന്നറിയില്ല. എങ്കിലും ഒരു മാറ്റം സംഭവിച്ചു. ഇപ്പോ ഒരു ദൈവ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് അല്ലെ. മനുഷ്യന് മാറ്റങ്ങൾ വരണമെങ്കിൽ ദൈവം തന്നെ ഇടപെടണം അല്ലെ. ദൈവിക ഇടപെടലുകൾ ഉണ്ടാവുമ്പോഴാണ് യഥാർത്ഥ റിയൽ ആയിട്ടുള്ള ചേഞ്ച് വരുന്നത് അല്ലെ. പണം നമ്മളെ സ്വാധീനിക്കാം. പക്ഷെ എത്രത്തോളം നമ്മളെ എത്ര മാന്യമായിട്ട് എത്ര നാൾ കൊണ്ടുപോകാൻ പറ്റും പണത്തിന് അല്ലെ. പണത്തിന് നമ്മൾ എത്ര നാൾ കൊണ്ടുപോകാൻ പറ്റും? വളരെ കുറച്ച് നാൾ മാത്രമേ നമ്മളെ മാന്യ ജീവിതത്തിൽ നിലനിർത്താൻ പറ്റും. പിന്നെ അവന്റെ സ്വഭാവം എടുക്കും. പണത്തിന്റെ മുകളിൽ ഒരു അധികാരിയുണ്ട്. ആരാണ്? സാത്താനാണ്. അവന്റെ സ്വാതന്ത്ര്യത്തിന്റെ അടിമത്തത്തിലേക്ക് അവനെ വലിച്ചു. കാരണം പണം കയ്യിലിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ചിന്തകളില്, ബുദ്ധികളില്, അറിവുകളില്, ശക്തികളില് എല്ലാത്തിലും മാറ്റം സംഭവിക്കും. എങ്ങനെ? ലൗകിക ചിന്തയോടുകൂടിയുള്ള അഹങ്കാരവും സ്വാർത്ഥതയും കലർന്നതായിരിക്കും. അപ്പൊ ഈ പണം എന്ന ശക്തിയുടെ മുകളിൽ പ്രവർത്തിക്കുന്നത് പൈശാചികതയുടെ ശക്തി തന്നെയാണ്. പിന്നെ അറിവുള്ളവര് ഒരുപാട് ഈ അവസ്ഥയിൽ തന്നെ പോകുന്നുണ്ട്. കുറെ മനുഷ്യര് അറിവുള്ളവരുണ്ട്. പക്ഷെ
ഭിക്ഷ യാചിച്ച് ജീവിക്കുന്ന അറിവുള്ള ജീവിതങ്ങളുണ്ട് അല്ലെ. ഇംഗ്ലീഷൊക്കെ നല്ല ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കുന്ന ഭിക്ഷാടകരുണ്ട്. എവിടെയോ താളം പിഴച്ചതാണ് അല്ലെ. എവിടെയോ താളം പിഴച്ചതാണ് അല്ലെ. നമുക്കറിയാം വിദ്യാഭ്യാസം വലിയൊരു സമ്പത്ത് തന്നെയാണ്. പക്ഷെ ഈ സമ്പത്ത് നമ്മളെ തലകുത്തനെ വീഴാനായിട്ട് ഇടയാക്കും അല്ലെ. അതിന് എത്രയോ തെളിവുകളിൽ നമുക്ക് ചുറ്റുമുണ്ട്. ഞാന് 10ാം ക്ലാസ്സിൽ രണ്ട് കുട്ടികളുടെ ഒരു ജീവിതം, അതായത് ഞാൻ പുറമേ നോക്കിക്കണ്ട ഒരു കാര്യമാണ്. ആൺകുട്ടികളാണ്. രണ്ടുപേരും 10ാം ക്ലാസ്സിൽ ഫുൾ A+ ആയിരുന്നു. പക്ഷെ കുറച്ച് നാള് കഴിഞ്ഞപ്പോ ഇവന്മാരുടെ സ്വഭാവം തന്നെ 10ാം ക്ലാസ് വരെ ഭയങ്കര ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിതം കൊണ്ടുപോയ മക്കളാണ്. അപ്പൊ അവിടെ ഈ പ്രേക്ഷകർ പോയിട്ടോ, അവിടെ എല്ലാം ഈ മക്കൾക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഈ അറിവ്, അതായത് അവർക്ക് ദൈവം കൊടുത്ത ബുദ്ധിയുടെ തലങ്ങളില് ഇവര് വിചാരിച്ചിരിക്കുന്നത് ഇവരുടെ കയ്യില് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടായിരിക്കുകയാണ്. കുറച്ചാൾ കഴിഞ്ഞപ്പോ ഈ അറിവ് ഇവരെ അഹങ്കാരത്തിന്റെ ഭീകരതയിൽ അവര് ഭരണം നടത്തി. അവസാനം ഈ പിള്ളേര് രണ്ടുപേരും ഒന്ന് ഭയങ്കര ഭയങ്കര എന്താണ് അഹങ്കാരത്തിന്റെ സ്വഭാവം ഒക്കെ ആയി. പിന്നെ എല്ലാവരോടും ഒരുതരം അഹങ്കാരത്തോടെയുള്ള സംസാരവും അങ്ങനത്തെ ഒരു മെന്റാലിറ്റി. കൊച്ചു പിള്ളേരാണ്, പക്ഷെ ഇവരുടെ ഈ 10ാം ക്ലാസ് ആകുമ്പോൾ തന്നെ ഇങ്ങനെ വരുമ്പോഴേക്കും ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ച് അല്ലെ. മക്കള് നന്നായിട്ട് 10ാം ക്ലാസ് വരെ അല്ല വളരേണ്ടത് അല്ലെ. 10th എന്ന് പറഞ്ഞാൽ ഒന്നും അല്ല ഈ കാലഘട്ടത്തിൽ അല്ലേ. ആണോ? 10th എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. അതിന് കിടക്കുന്ന പിന്നെയും മഹാസമുദ്രം പോലെ കിടക്കുന്ന കാര്യങ്ങൾ. പക്ഷെ പിള്ളേർക്ക് അതിനുള്ള ആ ഒരു അഹങ്കരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഏതെങ്കിലും സാഹചര്യങ്ങൾ കൊടുക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് അറിയാലോ, ലോകം തന്നുകൊണ്ടിരിക്കും. കുടുംബങ്ങളിൽ നിന്നുണ്ടാവും, സമൂഹങ്ങളിൽ നിന്നുണ്ടാവും. എല്ലാത്തിനും മുകളിൽ അവനവന്റെ ഉള്ളിൽ തന്നെ ഞാൻ എന്തോ തികഞ്ഞതാണ്, എല്ലാം ക്ലിയർ ആണ്, ഞാൻ എന്റെ ഭാഗത്ത് എല്ലാം പെർഫെക്റ്റ് ആണെന്നുള്ളൊരു ചിന്ത വരും. അവിടെയാണ് അഹങ്കാരത്തിന്റെ മുളപൊട്ടാൻ തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും നമുക്കറിയാം വലിയ ഭീകരമായ അപകടം, നാശം നമ്മളെ ആക്രമിക്കാൻ വരുന്നു. പക്ഷെ ഇതൊക്കെ ആര് പറഞ്ഞു കൊടുക്കണത് അല്ലെ. ഇപ്പൊ നമുക്ക് അനുസരണം പറയാൻ പറ്റും, അനുസരിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. പക്ഷെ അനുസരിപ്പിക്കാൻ പറ്റുമോ ഈ കാലഘട്ടത്തിൽ? മനുഷ്യര് ചെറിയവരായാലും വലിയവരായാലും നമുക്ക് അനുസരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മളുടെ വീട് മറിച്ചിടാൻ പറ്റും. പക്ഷെ ഒരു മനുഷ്യനെ അനുസരിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അത്രയും കഠിനമാണ് അനുസരണത്തിന്റെ ആ ഒരു മുമ്പിൽ നിൽക്കുന്ന ശക്തി അല്ലെ. അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെ, ഇപ്പൊ നമ്മൾ പറയുന്ന ഒരാള് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തി ആ കാര്യം അനുസരിക്കുമ്പോൾ ശരിക്കും അവരും നമ്മൾ ഒരുപോലെ ഭയങ്കരമായ ഒരു പീസ്ഫുൾ മൈൻഡായി വരുന്നുണ്ട് അല്ലെ. വരുന്നില്ലേ? പക്ഷെ ഈ അനുസരിക്കാണ്ടിരിക്കുമ്പോ ഈ പീസ്ഫുളിന് പകരം ഒരു സംഘർഷഭരിതമായ ഭിന്നതയുടെ, കലഹത്തിന്റെ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് നമുക്കും നമ്മുടെ ഉള്ളിലും പുറമേ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ ഈ രക്ഷ എങ്ങനെയൊക്കെ വരുത്താമെന്ന് ദൈവം നമ്മളെ ഓരോ കാര്യങ്ങളിലും പഠിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും തിരുവചനങ്ങളില് ദൈവം നമ്മളോട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? അനുസരണത്തെ കുറിച്ചാണ് അല്ലെ. സോളമൻ കണ്ടതിൽ പറ്റി ഏറ്റവും വലിയ ജ്ഞാനിയായിരുന്നു. ഇതുപോലത്തെ ഒരു ജ്ഞാനിയും ഉണ്ടാവൂലെന്നും പറഞ്ഞു. പക്ഷെ സോളമൻ നശിഞ്ഞില്ലേ. അപ്പോ എന്തുകൊണ്ടാണ് ദൈവത്തിന് മുമ്പിൽ പറഞ്ഞ കാര്യങ്ങൾ അനുസരണമില്ലാതെ ജീവിച്ചതുകൊണ്ട്. പക്ഷെ ദൈവം എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം വാൺ ചെയ്തു, എന്നിട്ടും അനുസരിച്ചില്ല. അപ്പോ ഈ അനുസരണത്തിന് ഒരു വലിയ ഒരു ശക്തിയുണ്ട്. അവിടെയാണ് രക്ഷയ്ക്ക് നമ്മള് യോഗ്യരാകണം. അനുസരണത്തോടുകൂടെ ദൈവത്തെ വിധേയപ്പെട്ടു കഴിഞ്ഞാല് രക്ഷയ്ക്ക് നമ്മൾ യോഗ്യരായി മാറും. മറിയത്തിന് സ്തോത്രഗീതം വായിക്കാം. മണിയമ്മ വായിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 1 46 മുതൽ 55 വരെയുള്ള വചനങ്ങൾ
പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തിനോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. ദൈവവചനമാണ് നാം കേട്ടത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്ക് സ്തുതി. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അത് നമുക്ക് അങ്ങനെ മനസ്സിലായി. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് മറിയത്തിന് എങ്ങനെ മനസ്സിലായി? വരാനിരിക്കുന്നതും കഴിഞ്ഞതുമായ കാര്യങ്ങൾ മറിയം ഹൃദയപൂർവ്വം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അതെങ്ങനെയാണത് വ്യക്തമായി മനസ്സിലായത്? എന്താണ് എങ്ങനെയാണ് മനസ്സിലായത്? അതായത് ദൈവത്തിന്റെ മുമ്പില് സറണ്ടർ ആണ് മുഴുവൻ. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സംഭവം മറിയത്തിന് ഇല്ല. സ്വന്തമായൊരു സ്വാതന്ത്ര്യം മറിയത്തിന് ഇല്ല. ദൈവം എന്താഗ്രഹിക്കുന്നു അത് നിറവേറ്റുക. അതാണ് അമ്മയുടെ സ്വാതന്ത്ര്യം. അതാണ് അമ്മയുടെ മഹത്വത്തിന്റെ ഒരു ജീവിതം, അല്ലേ? നമ്മള് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, കേറിയപ്പോ എനിക്ക് മനസ്സ് ഭയങ്കര അസ്വസ്ഥമായിരുന്നു. അപ്പോ ഞാൻ വിചാരിച്ചു, അത് നമുക്കറിയാമല്ലോ, പ്രാർത്ഥിക്കാൻ പോലും പറ്റില്ല മനസ്സ് ക്ലിയർ അല്ലെങ്കിൽ, അല്ലെ? നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ജപമാല കയ്യിലെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പ്രയാസം. മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ നമുക്ക് പ്രാർത്ഥന എന്ന് പറയുന്ന ചിന്ത തന്നെ അരോചകമായി മാറും. അങ്ങനെ ഉള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് പ്രാർത്ഥനയെ നയിക്കാൻ പറ്റണത്? പറ്റുമോ? ഒരാൾക്കും പറ്റില്ല. അതിന് വേറെ എവിടെന്നെങ്കിലും ഒരു ശക്തി തന്നെ അത് സ്വന്തമായ ഒരു കഴിവിൽ നിന്നും വരാനായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു ഇടർച്ചയ്ക്ക് കാരണമാവും. അപ്പൊ ഈശോയോട് ഞാൻ പറഞ്ഞു, ഇന്ന് എനിക്ക് മനസ്സിനൊട്ടും ഇതില്ല, ഇന്നലത്തേലും കഷ്ടമായിരുന്നു ഇന്ന്. അപ്പൊ ഞാനിങ്ങനെ പറയുന്നതിന്റെ കാര്യം, നമ്മൾക്ക് ശക്തിക്ക് അതീതമായ ഒരു ശക്തി സ്വർഗത്തിൽ നിന്ന്, ദൈവത്തിന്റെ കൃപയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ ശക്തി മറിയം സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു വലിയൊരു തെളിവാണ് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതായത് പുരുഷന്റെ ചുവട്ടിൽ പോലും നിൽക്കുന്ന അമ്മയെ അന്നേരം മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നു, അല്ലെ? ഒരു വ്യക്തിയെ സംബന്ധിച്ച് മറിയം ഒരു അമാനുഷികതയുടെ ശക്തിയുള്ള ഒരു വ്യക്തിത്വമാണ്. ഒരു സാധാരണ സ്ത്രീ ആണെങ്കിലും ഒരു മനുഷ്യനില്ലാത്ത ഒരു പ്രത്യേക സൂപ്പർ സോണിക് പവർ എന്ന് പറയുന്ന പോലെ ഒക്കെയുള്ള ഒരു പവർ, അല്ലെ? മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത ഒരു ശക്തിയുടെ ഉടമയും കൂടിയാണ് മറിയം. ഈ ശക്തി എങ്ങനെയാ വന്നതെന്ന് പറഞ്ഞാല് ദൈവമാണ് മറിയത്തെ അങ്ങനെ നിലനിർത്തിയത്. അതുകൊണ്ടാണ് മറിയം പറഞ്ഞത് ശക്തനായവൻ ആരാണ്? ശക്തനായവൻ. അതായത് എന്റെ ശക്തി കൊണ്ടാണെന്നുള്ള ഒരു വാക്ക് പോലും അമ്മ ഇന്ന് വരെയും പറയുന്നില്ല. ഒരു സന്ദേശത്തിൽ പോലും പറയും ദൈവം അങ്ങനെ ചെയ്യുവാൻ എന്നെ അനുവദിക്കുന്നത് കൊണ്ടാണ്, അല്ലെ? മറിയത്തിന്റെ കരുണയുടെ നാഥയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, മക്കളോട് സംസാരിക്കുന്നു, പറയുന്നത് ദൈവം നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ എന്നെ അനുവദിക്കുന്നത് കൊണ്ടാണ് ഞാൻ വരുന്നതെന്ന് നിങ്ങൾ അറിയണം എന്ന് പറയുന്നുണ്ട്, അല്ലെ? അപ്പോ അതായത് സ്വന്തമായിട്ടൊരു സ്വാതന്ത്ര്യം മറിയം ഉപയോഗിക്കാറില്ല. ഇന്ന് വരെയും, ഈ നിമിഷം വരെയും മറിയത്തിന് സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉള്ളത് പോലെ തന്നെ മറിയത്തിന് അതിന്റെ 1000 മടങ്ങ് സ്വാതന്ത്ര്യം മറിയത്തിനുണ്ട്, അല്ലെ? നമുക്കിപ്പോ ഒരു സ്വാതന്ത്ര്യം ഇല്ലേ നമ്മുടെ ജീവിതത്തില്? നമ്മൾ എന്ത് കഴിക്കണം, എന്ത് ഉടുക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ഇഷ്ടമില്ലാത്തത്
മറ്റുള്ളവർക്ക് ഇഷ്ടമാണെങ്കിലും നമുക്ക് വേണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വേണ്ട, വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വേണം. നമുക്ക് എന്താ അതിന്റെ ബാക്കിലുള്ളത്? സ്വാതന്ത്ര്യം അല്ലെ? അപ്പൊ ഈ വക സ്വാതന്ത്ര്യമൊന്നും മറിയം ഉപയോഗിച്ചിരുന്നില്ല. ആ സ്വാതന്ത്ര്യം മുഴുവൻ എന്തിനാണ് നിക്ഷേപിച്ചത്? ദൈവത്തിന്റെ ഭണ്ഡാരത്തിന് കൊടുത്തതിന് ശേഷം പിന്നെ അവിടെ നിന്നൊരു സ്വാതന്ത്ര്യം വേണമല്ലോ അല്ലെ? നമ്മളിപ്പോ നമുക്ക് ഇപ്പോ വെള്ളത്തിൽ വീണ ഒരു വ്യക്തിക്ക് ശ്വാസം ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും? വെള്ളത്തിൽ നിന്ന് കയറ്റിയിട്ടതിന് ശേഷം എന്താ ചെയ്യണത്? ആ വ്യക്തിക്ക് കൃത്രിമ ശ്വാസം കൊടുക്കും അല്ലെ? അന്ന പോലെയാണ് ദൈവത്തിന്റെ ശ്വാസം അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വാതന്ത്ര്യം മറിയത്തിന് കൊടുത്തു. അങ്ങനെയാണ് ശരിക്കും പറയാൻ നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നത് തന്നെ അല്ലെ? ദൈവത്തിന്റെ സ്വാതന്ത്ര്യം മനുഷ്യരോട് കൂടെ വസിക്കുവാൻ മറിയത്തെ ഒരു ഉപകരണമാക്കി മാറ്റി. മറിയത്തെ അല്ലാതെ വേറെ ആരെങ്കിലും ഉപകരണമാക്കി മാറ്റിയിരുന്നെങ്കിൽ നമ്മളൊന്നും ഈ ഭൂമിയിൽ ജനിക്കുകയോ പോലും ഇല്ലായിരുന്നു അല്ലെ? വേറെ ആരെങ്കിലും ദൈവം ആരെങ്കിലും അല്ല, ദൈവം അങ്ങനെ എടുക്കില്ലല്ലോ. ദൈവം പരിശുദ്ധനായിരുന്നത് പോലെ ആ പരിശുദ്ധിയെ വഹിക്കുവാൻ തക്കവിധമുള്ള കൃപയുള്ള ഒരു വ്യക്തി. കുറെ സ്ത്രീകള് ദൈവത്തെ സ്വീകരിക്കുവാനായിട്ട് കാത്തിരുന്നവരാണ്. കുറെ സ്ത്രീകളുണ്ടായിരുന്നു, വിശുദ്ധിയിൽ ജീവിച്ച കുറെ സ്ത്രീകളുണ്ടായിരുന്നു. പക്ഷെ മറിയത്തിനാണ് ആ ഭാഗ്യം ലഭിച്ചത്. മറിയത്തിന്റെ അടുത്തേക്കാണ് ദൂതൻ വന്ന് ദൈവീക രഹസ്യങ്ങളുടെ വാഗ്ദാനങ്ങള് പറഞ്ഞത് അല്ലെ? അപ്പോ ഇതെല്ലാം അനുഭവിക്കുമ്പോൾ ഓരോ സെക്കൻഡ് കടന്നു പോകുമ്പോഴും മറിയ ഹൃദയത്തിൽ എല്ലാ കാര്യങ്ങളെ കുറിച്ചും സംഗ്രഹിച്ചിരുന്നു. വരാനിരിക്കുന്നതും വരാൻ സാധ്യതയുള്ളതുമായ വന്നുകൊണ്ടിരിക്കുന്നതുമായ കഴിഞ്ഞതുമായ കാര്യങ്ങളെല്ലാം വ്യക്തമായ. കാരണം നമുക്കറിയാമല്ലോ ഇപ്പോ എന്താണ് നമ്മുടെ ചെറിയ ജീവിതം, നമ്മൾ മറിയത്തിന്റെ സഹനവുമായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്ത് നമ്മുടെ ജീവിതം പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വെച്ച് നോക്കിയേ, ഒരുപാട് ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, എന്താണ് അവരുടെ സ്വന്തം വീട് ആയിട്ട് കരുതിയിരിക്കുന്ന ആ വീട് ഒരു ദിവസം ആ വീട്ടിലുള്ള മറ്റൊരു വ്യക്തി പറഞ്ഞു, ഇത് നിങ്ങളുടെ ആണോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും ആ വ്യക്തിക്ക് ഭയങ്കര വിഷമം തോന്നി. അങ്ങനെ ആ വ്യക്തിക്ക് ജോലി ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവകൃപയാല് മറ്റൊരു വീട് ലഭിക്കുവാനായിട്ട് ദൈവം തന്നെ അനുവദിച്ചു. കാരണം ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് വീടില്ലല്ലോ, അപ്പൊ നമ്മൾ വീട് അടുത്ത് അന്വേഷിക്കണം അല്ലെ? ഇപ്പൊ നമ്മുടെ സ്വന്തം അല്ലെന്ന് ഉറപ്പില്ല എന്ന് വിചാരിച്ച് മനസ്സിലായി മറ്റുള്ളവർ അങ്ങനെ ധരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവിടെ നിൽക്കുന്നത് കൊണ്ടോ നമ്മൾ അത് യൂസ് ചെയ്യുന്നതുകൊണ്ടോ അർത്ഥമില്ല. നമുക്കത് പിന്നീട് ഭയങ്കര ദുഃഖഭാരവും വേദനയൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കൊരു നമ്മൾ ഉപയോഗിക്കുന്ന വസ്തു എന്ന് വെച്ചാൽ ഇപ്പൊ ചെറിയ എന്തെങ്കിലും ആവാം. ഇപ്പൊ ഒരു ഫോൺ ആണെങ്കിൽ ഇപ്പൊ ഒരാളുടെ കയ്യിൽ നിന്ന് എപ്പോഴും നിരന്തരമായിട്ട് ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണ്. ഒരു സമയത്ത് ആ വ്യക്തി ചോദിക്കും, ഇത് എന്റെ ഫോണാണ്, എനിക്ക് തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഭയങ്കര വിഷമിക്കും. പക്ഷെ ഉടനെ തന്നെ നമ്മൾ ചിന്തിക്കുന്നതാണ്, എനിക്കും ഒരു ഫോൺ വേണം അല്ലെ? അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ. അപ്പൊ ആ വ്യക്തി അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്ക് ഉപദ്രവമൊന്നുമല്ല ശരിക്കും ഉണ്ടാവുന്നത്. എന്താണ്? സഹായമാണ്. നമുക്ക് ആ കാര്യം നിറവേറ്റിയെടുക്കാനുള്ള ഒരു ബൂസ്റ്റിംഗ് എനർജിയാണ് ആ വ്യക്തിയിൽ കൂടി നമുക്ക് കിട്ടിയത്. പക്ഷെ ചിലപ്പോൾ നമ്മൾ ആ ഫോൺ വാങ്ങിക്കാൻ വേണ്ടി നമ്മളും പേയ്മെന്റ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ ആ വ്യക്തിയോട് ഫോൺ ചോദിക്കാൻ ഇത്രമാത്രം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. പക്ഷെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓണർ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഓണർഷിപ്പ് നമ്മുടേതല്ലാത്തതുകൊണ്ട് നമുക്ക് അധികാരമില്ല, സ്വാതന്ത്ര്യം ഇല്ല അതില്. അതുകൊണ്ട് എന്താ, നമുക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ നമുക്ക് വേണം ആ സംഭവം അല്ലെ? നമുക്ക് കയ്യില് ഫോൺ വേണം അല്ലെ? മറ്റുള്ള ഒരാളുടെ ഒരു വസ്തു എത്ര ആൾ ഉപയോഗിച്ചാലും നമുക്കതില് ഒരു ബലമൊന്നുമില്ല, നമുക്കതിന് സ്വാതന്ത്ര്യമോ അവകാശമോ ഇല്ല എന്ന് അവരുടെ വായിൽ നിന്നും വരുന്ന വീഴ്ചകളുള്ള വേദനിപ്പിക്കുന്ന വാക്കുകൾ നമ്മളെ വല്ലാതെ തളർത്താം, വേദനിപ്പിക്കാം, നിരാശപ്പെടുത്താം. പക്ഷെ അടുത്ത നിമിഷം വരുന്ന ഒരു വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു ചിന്തയുണ്ട്, എനിക്കും അത് വേണം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയായാലും എന്ത് വില കൊടുത്തും ഞാനത് നേടും എന്നുള്ള ഒരു ചിന്ത അല്ലെ? അപ്പൊ ഈ മറിയത്തിന് ഭൂമിയിൽ ആരും ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം മറിയത്തിന്റെ അമ്മയും അപ്പനും
അവരുടെ ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ടാണ് ദൈവത്തിന് സമർപ്പിച്ചത്. മറിയ അതുപോലെ തന്നെ വളർന്നു, അല്ലെ? മറിയ അതുപോലെ ജീവിച്ചു. പിന്നെ മറിയത്തിന് വേറെ ആരാ? ദൈവം അല്ലാതെ വേറെ ആരുമില്ല. അപ്പൊ എല്ലാ കാര്യത്തിലും മറിയത്തിന് വ്യക്തതയുണ്ട്. മറിയത്തെ സഹായിക്കാനായിട്ട് ദൈവം തന്നെ സഹായിക്കണം. അതുകൊണ്ടാണ് ശക്തനായവൻ എനിക്ക് വലിയ കാര്യം, നമുക്ക് നിർണയിക്കാൻ പറ്റില്ല മറിയത്തിന്റെ സ്തോത്രഗീതത്തിലെ ഓരോ വാക്കുകളും ധ്യാനിച്ചു കഴിഞ്ഞാല് മറിയ പറഞ്ഞത് വലിയ സമ്പന്നതയുടെ നെറുകയിൽ ജീവിക്കേണ്ട ഒരു വ്യക്തി, ഭൂമിയിൽ പരമദാരിദ്ര്യത്തിന്റെ ദുരിതത്തിന്റെ സങ്കടക്കടലിൽ നടുക്ക് മുങ്ങിപ്പോയ ഒരു ജീവിതം. പക്ഷെ മഹത്വത്തിന്റെ റാണിയായിട്ട് ഇന്ന് സ്വർഗത്തിലും ഭൂമിയിലും ജീവിക്കുകയാണ് അല്ലേ? അപ്പോൾ എന്താണ്, ഭൂമിയിൽ ജീവിച്ച അത്രയും കാലമൊക്കെയും സഹിച്ച വേദനകളെല്ലാം സ്വർഗീയ രഹസ്യത്തിന്റെ മഹത്വത്തിലേക്കാണ് മറിയത്തെ ഉയർത്തിയത്. അതിന്റെ ചെറിയ പങ്കുകാരാകാൻ വേണ്ടിയാണ് ദൈവം നമ്മളെയും ക്ഷണിക്കുന്നത്. ആര് വഴി? മറിയം വഴി തന്നെ. മറിയത്തിൽ കൂടിയാണ് എല്ലാം ക്ലിയർ ചെയ്യേണ്ടത്. ഇപ്പോ നമുക്ക് അറിയാലോ, നമ്മൾ എന്ത് ചെയ്താലും അത് ക്ലിയർ ഔട്ട് ചെയ്യേണ്ട ഒരു റൂട്ട് ഉണ്ടാവും, അല്ലെ? ഇപ്പൊ നമ്മൾ വീട്ടിലൊരു തീരുമാനം എടുക്കുകയാണ്, വീട്ടില് അപ്പൻ ഉണ്ടെങ്കിൽ അപ്പനോട് തന്നെ ക്ലിയർ ചെയ്യണ്ടേ? മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ കാരണന്മാരൊക്കെ ഉണ്ടെങ്കിൽ കാരണന്മാരോട് തന്നെ ചോദിച്ച് അത് ക്ലിയർ ഔട്ട് ചെയ്യുമ്പോഴാണ് അത് തീരുമാനമാകുന്നത്, കൺഫേം ആകുമ്പോഴാണ് നമുക്കൊരു സമാധാനം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ എന്താ, എതിർപ്പുകൾ ഉണ്ടാകാൻ 100 സാധ്യതകളുണ്ട്, അല്ലെ? അപ്പൊ അവരുടെയൊക്കെ അനുവാദം ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ്, ഒരു സ്വാതന്ത്ര്യമുണ്ട്, സമാധാനത്തിന്റെയും സ്വാതന്ത്ര്യമുണ്ട്, അല്ലെ? അപ്പം ഇത് തന്നെയാണ് മറിയത്തിന് എന്താ, ദൈവത്തിന്റെ മുമ്പിൽ കൊടുത്ത സമർപ്പണം പൂർണ്ണ സ്വാതന്ത്ര്യത്തോട് കൊടുത്തതുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തിന്റെ ഫലം മുഴുവൻ അനുഭവിക്കുവാൻ മറിയത്തിന്റെ സങ്കടക്കടലിലും ദൈവത്തിന്റെ ശക്തി കൂടെ ഉണ്ടായിരുന്നു. എല്ലാ സമയങ്ങളും, ഒരു നിമിഷം പോലും ഉണ്ടാകാതിരുന്നില്ല. അതായത് ഉണ്ടാകാതിരുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മറിയത്തിന് അറിയാൻ പറ്റാതെ വന്ന ഒരു സങ്കടമായിരുന്നു 3 ദിവസം ഈശോയെ കാണാതെ പോയ സമയം. 3 ദിവസം മറിയം ഒരിക്കലും നിശ്ചയിക്കാത്ത വേദന, അതായത് എന്താണ്, സംഗ്രഹിക്കാത്തൊരു വേദന. അതായത് എല്ലാ കാര്യങ്ങളും കാലേകൂട്ടി അറിയുന്നത്, എപ്പോഴും കുരിശുമരണത്തെ കുറിച്ചുള്ള ചിന്തയില് അമ്മ വലിയ വേദനയിലും പ്രാർത്ഥനയിലൊക്കെ ആയിരുന്നെങ്കിലും കയ്യിൽ നിന്ന് ഈ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ അതുപോലെ ശ്രദ്ധിക്കുമായിരുന്നു, അല്ലെ? രണ്ടുപേരും ഔസപിതാവും മാതാവും ഈശോയെ നന്നായി ശ്രദ്ധിക്കുമായിരുന്നു. കാരണം നല്ല അനുസരണയുള്ള കുഞ്ഞായിട്ടാണ് ഈശോയെ വളർത്തിയത്. അപ്പനും അമ്മയും വേദനിക്കരുത് എന്നുള്ള ബോധം ഈ കുഞ്ഞിനുണ്ട്. പക്ഷെ എന്താണ്, ഈശോയ്ക്ക് ഇതല്ലല്ലോ കാര്യം. ഈശോയുടേതായ പദ്ധതി നടക്കണം. അപ്പൊ അവിടെ വേദനിക്കേണ്ടത് മാതാപിതാക്കളാണെങ്കിലും അതുവഴി തന്നെ ആ സഹനം അങ്ങനെ തന്നെ കടന്നു പോകണമെന്ന് ഈശോയ്ക്കും അറിയാം, ദൈവത്തിനും അറിയാം. പക്ഷെ ഇവർക്ക് അറിയില്ലായിരുന്നു, ഇവരെ മറച്ചു വെച്ചു. അപ്പൊ ഈ സഹനം നമുക്ക് എന്താണ്, ഇന്നൊരു വ്യാകുലമായി, മറിയത്തിന്റെയും ഔസപിതാവിന്റെയും വ്യാകുലങ്ങളായി മാറി. അപ്പൊ നമുക്ക് ഇതിനെ എല്ലാം അതിജീവിക്കുവാനായിട്ട് സ്വർഗത്തിന്റെ ശക്തി ഈ ഈശോയെ കണ്ടുമുട്ടിയ സമയത്ത് വെപ്രാളമായിരുന്നു. അതായത് മരണമുഖാഭിമുഖം കണ്ട സമയം പോലെയാണ് ഔസപിതാവ് ദേവാലയത്തിന്റെ മുറ്റത്ത് വന്നു നിന്നത് തന്നെ. കാരണം 3 ദിവസം ഭക്ഷണവും ഇല്ല, വെള്ളമില്ലാതെ അലയുക എന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകൾ, 3 ദിവസം യാത്ര എന്ന് പറഞ്ഞാൽ അന്ന് ബസ്സോ ഒന്നുമില്ല. അപ്പൊ കാൽനട തന്നെയാണ്. അപ്പം നമുക്കറിയാം, ഒരു 2-3 കിലോമീറ്റർ നടക്കുമ്പോഴത്തേനും നമ്മുടെ ഗ്യാസ് പോകും. അങ്ങനെയാണെങ്കിൽ ഈ 2 പേരും 3 ദിവസം താണ്ടിയ ദൂരം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. അപ്പോ വെള്ളമില്ല, വെള്ളം കുടിക്കാൻ മനസ്സില്ല. കാരണം ഈശോയെ കണ്ടെത്തുക എന്ന് മാത്രമേ ഒരു ലക്ഷ്യമുള്ളൂ. അത്രമാത്രം വേദനയാണ് ഉള്ളിൽ, ഉത്കണ്ഠയുമായിരുന്നു വേദന. അപ്പോ അത്രയും വേദനയും ഉത്കണ്ഠയും ഭക്ഷണത്തിന്റെ രാഹിത്യം മൂലം ഔസപിതാവ് ആ ദേവാലയ അങ്കണത്തിൽ വെച്ച് ഭീതിയിലായിരുന്നു എന്നാ പറയുന്നത്. പക്ഷെ ഈശോയെ കണ്ടുമുട്ടിയപ്പോ ആ ഭീതിയല്ല, ശരീരം എത്രമാത്രം തളർന്നു. മരണം മുന്നിൽ കണ്ട പോലെയായിരുന്നു ശരീരത്തിന്റെ അവസ്ഥ. പക്ഷെ ഈശോയെ കണ്ടപ്പോൾ ജീവജലം കിട്ടിയ പോലെ ഭയങ്കരമായ ഒരു സന്തോഷവും ആരോഗ്യവും തിരിച്ചു കിട്ടി. അപ്പൊ എന്താണ്, ശക്തനായവൻ എനിക്കായി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അത് നിറവേറണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു വലിയൊരു സമർപ്പണം
തന്നിൽ തന്നെ നിക്ഷേപിച്ചുകൊണ്ട് അത് പൂർത്തീകരിക്കേണ്ട ഉത്തരവാദിത്വം ഓരോരുത്തർക്കുള്ള ഉണ്ട് എന്നുള്ളത് മറിയം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഇന്ന് ഈശോ നൽകിയ വചനഭാഗം തന്നെ ജെറമിയ 33:3. എല്ലാവർക്കും അറിയാലോ ഇതേത് വചനമാണ്? എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ രഹസ്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. എന്നെ വിളിക്കുക, നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ ദൈവം നിനക്ക് വെളിപ്പെടുത്തും. അതായത് നമുക്കറിയാം കർത്താവ് അരുൾ ചെയ്യുന്നു, എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും, അല്ലേ? നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും അതായത് എന്നെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണെന്ന് അറിയാതെ ഇപ്പൊ നിങ്ങൾ എന്നെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളെ ഈ ഗ്രൂപ്പിന്റെ ലീഡർ എന്നുള്ള ഒരു സ്ഥാനം നിങ്ങൾ എനിക്ക് വന്നിരിക്കുന്നതിന്റെ ഒരു ബലമുണ്ട്. അതുപോലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കണം എന്നുള്ളത് ഞാനും നിങ്ങളും എത്രത്തോളം കമ്മിറ്റഡ് ആണെന്നൊക്കെ അറിയാം. പക്ഷെ ഗ്രൂപ്പിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെ ആദ്യം വിളിക്കും? വിളിക്കുള്ളൂ. എന്നെ തന്നെയല്ലേ വിളിക്കുള്ളൂ. അപ്പൊ ഈ ചെറിയൊരു കാര്യത്തിന് നമ്മൾ അതിൻ്റെതായ ലീഡർഷിപ്പ് നമുക്ക് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ നമ്മളുടെ ജീവന്റെയും ജീവിതത്തിന്റെയും നിയന്താവ്, ഈ ലോകത്തിന്റെ സർവ്വ ജീവജാലങ്ങളുടെയും സൃഷ്ടാവായ ദൈവത്തെ വിളിക്കുക എന്ന് പറയുന്നത് അതങ്ങനെ തന്നെയാണ് സംഭവിക്കേണ്ടത്, അല്ലേ? സർവ്വ ജീവജാലങ്ങളും ഈ ദൈവത്തെ തന്നെയാണ് ഉറ്റുനോക്കുന്നത്. പക്ഷെ മനുഷ്യൻ മാത്രം ഈ നോട്ടത്തില് വശപ്പശകുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വിളിക്കേണ്ടത് കൃത്യതയോടുകൂടി വിളിക്കാനായിട്ടുള്ള ഒരു ബലക്കുറവ്. പലരും വിളിക്കുന്നുണ്ട്, ഹൃദയത്തെ പരിശോധിച്ച് അറിയുന്ന ദൈവം പലരുടെയും വിളി കേൾക്കുന്നില്ല. എന്തുകൊണ്ടാണ് വിളി കേൾക്കാത്തത്? ഞാനിന്ന് നമ്മുടെ 11 മണിക്കത്തെ പ്രയറിൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പുലോകത്തിന്റെ വിജയരാജ്ഞിയുടെ പുസ്തകം ഇടയ്ക്കുള്ള പേജുകളൊക്കെ എടുത്ത് വായിക്കാറുണ്ട്. അപ്പോ ഇന്ന് ഞാൻ നോക്കിയപ്പോഴേക്കും ആ ഒരു പേജിൽ കണ്ടത്, നിന്നോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നവരോട് നീ പറയണം, അതായത് സിസ്റ്റർ നതാലിയനോട് പറയാണ് ഈശോ പ്രാർത്ഥിക്കാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന്. അപ്പോ പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ അത് ഏറ്റെടുക്കുന്ന ഒരു മനസ്സോടുകൂടെയാണ് അത് ചെയ്യുന്നത്. അപ്പോ ആ വ്യക്തി പ്രാർത്ഥിക്കാം എന്നുള്ളൊരു കമ്മിറ്റ്മെന്റ് എടുത്തു. ഈ കമ്മിറ്റ്മെന്റ് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയം എപ്പോഴും കണ്ണാടിയിൽ എന്ന പോലെ കാണുന്നത് ആരാണ്? ദൈവമാണ്. ചിലവരെന്ത് ചെയ്യുന്നറിയോ? ഈ വ്യക്തിക്ക് വേണ്ടി ഒരുപാട് പരിത്യാഗം ചെയ്യാൻ തുടങ്ങും, ഒരുപാട് പ്രാർത്ഥിക്കാൻ തുടങ്ങും, ഒരുപാട് അതിനു വേണ്ടി ഇനീഷ്യേറ്റീവ് ചെയ്യും. അവർ സുഖിച്ച് ജീവിക്കും, നമ്മൾ ഇവിടെ സഹിച്ച് പ്രാർത്ഥിക്കും. എന്തെങ്കിലും ഗുണം ഉണ്ടാവോ? ഇല്ല. അവിടെ ഒരു പിടിവലി വരും. അതുകൊണ്ട് ഈശോ സിസ്റ്റർ നതാലിയോട് പറയുന്നുണ്ട്, അവർക്ക് നീ പ്രാർത്ഥിക്കുക എന്ന് മാത്രം നീ പറയുക എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അവരുടെ ആ ആവശ്യം ദൈവഹിതത്തിന് ഉചിതമാണെങ്കിൽ ഞാൻ ഉടനെ തന്നെ അവരെ സഹായിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അവരുടെ അവരുടെ ചിന്തയെ ദൈവ സ്നേഹത്തിൽ നിന്ന് അകറ്റി നിൽക്കുന്ന, നമുക്കറിയാലോ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിന്റെ കൃപയിൽ എനിക്ക് എന്നും ജീവിക്കണം, പരിശുദ്ധാത്മാവേ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണം, ഇങ്ങനെയൊക്കെയാണോ എല്ലാവരും പ്രാർത്ഥിക്കുന്നത്? ആദ്യം പ്രാർത്ഥിക്കുന്നത് കർത്താവേ ഞങ്ങളുടെ മക്കളെ നന്നാക്കണമേ, ഞങ്ങളുടെ മക്കള് നന്നായിട്ട് പഠിക്കണമേ, ജോലി കിട്ടണമേ, ആരോഗ്യം ഉണ്ടാകണമേ, അത് കിട്ടണമേ, ഇത് കിട്ടണമേ എന്നല്ലേ നോർമൽ മനുഷ്യർ പ്രാർത്ഥിക്കണത്. ഇപ്പൊ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കില്ല. ഇന്ന് ഇപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കില്ല. പണ്ടങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പൊ നമ്മളെ തന്നെ വിശുദ്ധിയിലേക്ക് നയിക്കാനായിട്ടല്ലേ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൃപയുള്ള മനുഷ്യരാണ്. അത് എത്ര ശതമാനമുണ്ട്? നമ്മളിലേക്കും നമ്മുടെ ഈ കൂട്ടായ്മയിൽ മാത്രം ചുറ്റിപ്പറ്റി നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കണത്. നമ്മള് ഈ കൂട്ടായ്മയുമായിട്ട് അല്ലെങ്കിൽ ആത്മീയ ചൈതന്യമുള്ള കൂട്ടായ്മകളുമായി ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചിന്ത വേറെ ലെവലിലേക്ക് പോകുന്നില്ല. അതുകൊണ്ടാണ്. പക്ഷെ നമ്മളിലേക്ക് മാത്രമല്ല, ലോകത്തിലേക്ക് ഇറങ്ങി നോക്കണം. അപ്പൊ അറിയാൻ പറ്റും യഥാർത്ഥ പ്രാർത്ഥനകൾ എങ്ങനെയൊക്കെ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ലോകത്തില് വിശുദ്ധരെ മുട്ടിയിട്ട് നടക്കാൻ പറ്റില്ലായിരുന്നു.
അതെ അല്ലേ? അതെ അതെ ദൈവഭയമുള്ള കുടുംബം എത്ര പേരുണ്ട് നമുക്ക് ചുറ്റും നമ്മളിലും? ദൈവത്തെ അനുസരിക്കുന്ന മക്കൾ എത്ര പേരുണ്ട്? വിരലില് പോലും അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനകൾക്ക് കുറച്ചുകൂടി വ്യക്തത ഉണ്ടായേനെ, അതെ അല്ലേ? അപ്പൊ നമ്മള് വൈഡായിട്ട് ചിന്തിക്കണം. കാരണം ദൈവ ഭയം ഉണ്ടെങ്കിൽ ദൈവത്തെ അനുസരിക്കാൻ പ്രത്യേകിച്ച് ട്യൂഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല, പ്രത്യേകിച്ച് ട്രെയിനിങ് കൊടുക്കേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് അതിനു വേണ്ടി ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല. ഉണ്ടോ? ഇല്ല. ഏ ഇല്ല ഇല്ല ഇല്ല. ഇല്ല അതുകൊണ്ടാണ് ദൈവത്തിന് ഇന്ന് വേദന. ഈ കഴിഞ്ഞ ദിവസം കോട്ടപ്പുറം രൂപതയില് ഒരു ന്യൂസ് കണ്ടതാണ്. അവിടെ ഒരു എന്താണ് പള്ളിയില്, തീർത്ഥാടന പള്ളി എന്നാണ്, ഏത് പള്ളിയാണെന്ന് ഞാൻ മറന്നുപോയി. അവിടെ ഈശോ എന്നെ സ്വീകരിച്ചപ്പോഴേക്കും ഒരു ഒരാളുടെ കയ്യിലാണെന്ന് അവിടെ കൊടുക്കുന്നത്. കയ്യിലാണ് ഇപ്പോഴും കുർബാന കൊടുക്കുന്നതെന്ന് പറയണത്. അപ്പൊ കയ്യില് എനിക്കത് കേട്ടപ്പോ ഭയങ്കര ദേഷ്യവും സങ്കടവും തോന്നി. കാരണം കൊറോണ കഴിഞ്ഞിട്ട് ഇത്രയും നാളായി, ഈ കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണെന്നാ പറയണത്. അത് വരാപ്പുഴ അതിരൂപത നമുക്ക് ഇവിടെ ഇല്ല. ആ അപ്പോ അത് അവിടെ അങ്ങനെ സംഭവിച്ചു. അപ്പോ ഭയങ്കര ആളുകൾ ഇപ്പൊ അങ്ങോട്ട് ഭയങ്കര ഒഴുക്കാന്നാ പറയണത്. അപ്പൊ ഞാൻ പറഞ്ഞു, കോട്ടപ്പുറം രൂപതയിൽ, ഞാൻ കമന്റ് ബോക്സിൽ ഞാനിട്ട്, കോട്ടപ്പുറം രൂപതയിൽ ഇതുവരെയും കൊറോണ കഴിഞ്ഞില്ലേ? കാരണം ഈശോയുടെ വേദന കൊണ്ടിട്ടായിരിക്കാം കയ്യിൽ ഈശോയെ സ്വീകരിച്ചപ്പോ ആ വ്യക്തിയിൽ കൂടി ഈശോയുടെ വേദനയാണ് ആ രക്തവും മാംസവുമാക്കി ആ തിരുവോസി മാറ്റിയത്, അല്ലേ? നമ്മള് ഭയങ്കര മിറാക്കിളായിട്ട് തോന്നി. ഈശോയുടെ ഹൃദയം വായിച്ചറിയുവാനായിട്ട് ക്രിസ്ത്യാനികൾക്ക് സാധിക്കുന്നില്ല, അല്ലേ? ക്രിസ്ത്യാനികൾക്ക് സാധിച്ചിരുന്നെങ്കിൽ മാതാവിന്റെ കണ്ണുനീര് നിലയ്ക്കുമായിരുന്നു, ഈശോയുടെ വേദനകൾ കുറയുമായിരുന്നു, അല്ലേ? ഇല്ലേ? അതെ അതെ ഇന്ന് തേനൊഴുകുമ്പോ ഓട്ടമാണ് ഒഴുകുന്നത് എടുക്കാനായിട്ട്. അത്ഭുതങ്ങൾ കാണാനല്ല, അത്ഭുതങ്ങൾ മനസ്സിൽ മനസ്സിലാക്കണം. അത്ഭുതങ്ങൾ നടത്താനായിട്ട് ദൈവത്തിന് വലിയ കാലമോ സമയമൊന്നും വേണ്ട. പക്ഷെ ഞാനൊരു അത്ഭുതമായി മാറുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം, അല്ലേ? ഞാനൊരു അത്ഭുതമായി മാറണമെങ്കിൽ ഞാനെന്ന വ്യക്തി എന്റെ സ്രഷ്ടാവായ ദൈവത്തെ അനുസരിക്കുകയും ഭയക്കുകയും ചെയ്യുമ്പോൾ ലോകം നമ്മെ അത്ഭുതത്തോടെ നോക്കിക്കാണും. അങ്ങനെ അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ക്രിസ്ത്യാനികൾ എത്ര പേരുണ്ട് നമ്മുടെ സമൂഹത്തില്, നമ്മുടെ കുടുംബങ്ങളില്? കൈകൊണ്ട് എണ്ണിയെടുക്കാൻ പറ്റുന്ന ആൾക്കാർ പോലും നമ്മുടെ ഇടവകയിലുണ്ടോ? അത്ഭുതങ്ങളോടെ നോക്കിക്കാണുന്ന വിശുദ്ധിയുടെ ജീവിതങ്ങള് ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. അതുകൊണ്ടാണ് ഈശോ പറയണത്, നമുക്ക് ദൈവിക രഹസ്യങ്ങൾ അറിയാൻ പറ്റുന്നില്ല, പക്ഷെ ദൈവം പറയുന്നത് എന്താണ്? നീ എന്നെ വിളിക്കുക. നീ അവിടെ ഇവിടെയും പോയി അവരിവിടെയും പോയി നോക്കി അവര് വിളിക്കുന്ന പോലെ വിളിക്കുക എന്നല്ല, എന്ത് ചെയ്യാനാ പറയണത്? നീ എന്നെ വിളിക്കുക. ഞാൻ ഒരിക്കൽ പറഞ്ഞായിരുന്നു, ഈ മണിക്കൂറുകൾ, അതായത് ഈ 3 മണി സമയത്ത് ഞാൻ എല്ലാ ദിവസവും, അതായത് ഒരു 8 വർഷത്തിന് മുമ്പ്, 10 വർഷത്തിന് മുമ്പായിരിക്കും, ഞാൻ ഈ സമയത്ത് 3 മണിയുടെ സമയം ഫൗസ്റ്റീനയുടെ ഡയറി വായിച്ചപ്പോഴാണ് എനിക്ക് ആ ഒരു കൃപ കിട്ടിയത്. 3 മണി സമയമാകുമ്പോഴേക്കും നീ എവിടെ ആയിരുന്നാലും നീ എൻ്റെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥിക്കണം, എൻ്റെ സഹനങ്ങളെ ധ്യാനിക്കണം. ഞാനപ്പോ അത് ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. ഞാൻ കുറച്ചു നാൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴേക്കും എനിക്ക് ഭയങ്കര 3 മണി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് ആയി. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു ദിവസം ഞാനിങ്ങനെ മുട്ടുകുത്തിന്ന് കരണക്കൊന്ത ചെല്ലണായിരുന്നു. അപ്പൊ ഈശോയെ ഇങ്ങനെ മനസ്സിൽ ധ്യാനിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ ഈശോ ഈ വചനം പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ ആ വചനത്തിലേക്ക് ശ്രദ്ധിച്ചപ്പോ ശരിക്കും പറഞ്ഞ ബൈബിള് നേരെ ചൊവ്വേ എനിക്ക് അന്നേരം അറിയില്ല. അപ്പൊ ഈശോ പറയുന്നുണ്ട്, നീ എന്നെ വിളിക്കുക, നിനക്ക് ഞാൻ മറുപടി നൽകാം. എങ്ങനെയാ പറയണത്? നിന്റെ ബുദ്ധിക്കതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങളും ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. ഈ വചനം ഞാൻ ബൈബിളിലെ വചനമെന്നറിയാം, പക്ഷെ ആരുടെ വചനമാണ്, ആരെഴുതിയ വചനമാണ്, ആരോട് പറഞ്ഞതാണ് എന്നൊന്നും എനിക്കൊരു അറിവില്ലാത്തൊരു സമയം. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഇത് ആരോട് പറഞ്ഞതാണല്ലോ, ഇത് ഏതോ ഒരു പ്രവാചകനോട് പറഞ്ഞാണല്ലോ, ഇതിപ്പോ എന്നോട് പറയണ എന്തിനാ എന്ന് ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഞാനിങ്ങനെ, പക്ഷെ അതിങ്ങനെ ചെവിയില് 2 ചെവിയിലും മാറി 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 പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അത് ഈ മണിക്കൂറുകളിൽ കൂടി പ്രാർത്ഥിച്ചപ്പോ, ഈ 3 മണി സമയം നമ്മളിപ്പോ ആയിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചപ്പോ, അപ്പോ ഈശോ അത് എനിക്ക് ഭയങ്കരമായിട്ട് ശരിക്കും അടുത്ത് വന്നിരുന്ന ആരോ ചെവിയിൽ ആരോ സംസാരിക്കുന്ന പോലെ ഒരു ഫീലായിരുന്നു.
അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവ് ഇത് ആരോടോ പറഞ്ഞ വചനമെന്ന് എനിക്കറിയാം, പക്ഷെ ഇത് ഏത് പ്രവാചകനാന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇത് ഇപ്പൊ എന്നോട് പറയേണ്ട കാര്യം എന്താണെന്ന് ഞാൻ അങ്ങോട്ടൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. അത്ര ബുദ്ധിയും ബോധം ഉള്ളൂ. കാരണം ഇത് എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും അന്ന് ഉദിച്ചിട്ടില്ല. എന്താ ഈശോ പറയുന്നത്? നീ എന്നെ വിളിക്കുക. എന്താണ് നീ എന്നെ വിളിക്കുക എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോ നമ്മൾ എന്താണ് ചെയ്യണത്? എന്താ ചെയ്യണത്? ഈശോയോടോ സംസാരിക്കും. ഈശോയോട് സംസാരിക്കുകയാണ്. അപ്പൊ ഞാൻ ദൈവത്തെ വിളിച്ചുണർത്തുന്ന സമയമാണ് പ്രാർത്ഥന. പ്രാർത്ഥന. ഏ അതെ 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 ആ ഞാൻ വിളിച്ചുണർത്തിയപ്പോ ഈശോ പറയാണ്, നിനക്ക് എന്താ പറയാനുള്ളത് വേഗം പറഞ്ഞു. എന്താ കാര്യം? 3 മണിക്ക് എന്ത് ചോദിച്ചാലും തരുമെന്ന് ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയോട് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞു. ഇല്ലേ? അതെ. ഇതാണ് എന്നോട് അന്നേരം പറഞ്ഞത് ശരിക്കും പറഞ്ഞ. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചൊന്നുമില്ല അന്ന്. എനിക്ക് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞ, ഇപ്പൊ പറഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി വന്നത്. കാരണം ഇത്രയും വർഷം ആയെങ്കിലും നമ്മൾ ഇതിനെ കുറിച്ചൊന്നും നമ്മളോട് പറയുന്ന കാര്യങ്ങള് ഇരുന്ന് ചിന്തിക്കാനുള്ള സമയമില്ല. നമ്മൾ ആ സമയം കഴിയുമ്പോൾ നമ്മൾ ഈശോയുടെ സഹനവും ധ്യാനിച്ച് പൊടി തട്ടിപ്പോവും. വൺ വേ ട്രാക്ക് പോലെ ആയിപ്പോവും. പക്ഷെ അടുത്ത സമയം നമ്മളോട് ദൈവം സംസാരിക്കുന്നുണ്ട്. നീ എന്നെ വിളിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ദൈവത്തെ വിളിച്ചുണർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചു, നിങ്ങളുടെ റെസ്പോൺസ് വൈകുന്തോറും ഞാൻ ഇവിടെ ഇരുന്ന് കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കും, ഇല്ലേ? ഉവ്വ് ഉവ്വ് ഉവ്വ്. അതുപോലെ തന്നെയാണ് ദൈവത്തോട് ഞാനൊരു കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോ ദൈവം റെസ്പോണ്ട് ചെയ്തൊരു വചനം തന്നതാണ് എന്റെ ആത്മാവില്, എന്റെ ചെവിയിൽ വന്ന് പറഞ്ഞതാണ്. പക്ഷെ അന്ന് ആത്മാവിന് തന്നു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് ചെവിയിൽ വന്ന് പറഞ്ഞതായിരിക്കാം. അപ്പോ എനിക്ക് പക്ഷെ അത് കൃത്യമായിട്ട് അത് തിരിച്ച് പറയാനൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു, ഇതിപ്പോ എന്തിനാ എന്നോട് പറയണെന്ന് ഞാൻ ചോദിച്ചത്. പക്ഷെ എന്താ എന്റെ കാര്യം, നീ ദൈവത്തിന്റെ മുമ്പിൽ എന്താണ് നിനക്ക് ഇനിന്ന് ആവശ്യമുള്ളത്, എന്താണ് നിന്റെ വിഷമം? അന്നേരം എന്ന് വെച്ചാൽ ഭയങ്കര സഹനങ്ങളുടെ സമയം. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് കുറച്ചും കൂടി ആത്മാർത്ഥത ഉണ്ടായിരുന്നു. അപ്പൊ ഈ ആത്മാർത്ഥത കണ്ടിട്ട് ഈശോ വന്നിട്ട് ചോദിച്ചതായിരിക്കാം, എന്താ നിന്റെ പ്രശ്നം എന്താ, നീ എന്നോട് തുറന്നു പറയും, നിനക്ക് ആവശ്യമായ സഹായങ്ങളും ദൈവീക അനുഗ്രഹങ്ങളും ഞാൻ നിനക്ക് തരാം. പക്ഷെ ഞാൻ ചോദിച്ചെന്താ, ഇതിപ്പോ എന്തിനാ എന്നോട് പറയണെന്നാ ചോദിച്ചത്. അന്നും തർക്കുത്തരത്തിന് ഒരു കുറവുണ്ടായില്ല. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ എനിക്ക് ആ വചനത്തിന് അർത്ഥം മനസ്സിലായില്ല. അങ്ങനെ മനസ്സിലാക്കാഞ്ഞത് കൊണ്ട് പതുക്കെ പതുക്കെ എഴഞ്ഞും വലിഞ്ഞ ആമ എഴയുന്ന പോലെയാണ് പിന്നീടുള്ള ജീവിതത്തിൽ. പക്ഷെ എനിക്കത് ഒട്ടും നഷ്ടമായിട്ട് തോന്നിയില്ല. പതുക്കെ തിന്നണതാണ് നല്ലത്, അല്ലേ? പതുക്കെ തിന്ന് അതിന്റെ ടേസ്റ്റും അതിന്റെ എന്താണ് എല്ലാ സ്വഭാവവും നമുക്ക് അറിയാൻ പറ്റും, അല്ലെ? നമ്മുടെ ആത്മീയ ജീവിതത്തില് എല്ലാ ഭാഗങ്ങളും പതുക്കെ മാതാവ് പറയുന്നുണ്ട്, നീ തിടുക്കൊന്നും കൂട്ടണ്ട. ഈശോയും പറയുന്നുണ്ട്, അല്ലെ? നിങ്ങൾ തിടുക്കൊന്നും കൂട്ടണ്ടെന്ന്, പതുക്കെ വന്നാൽ മതിയെന്ന്. പതുക്കെ വരുന്നോണ്ട് എന്താ, എല്ലാം അത്യാവശ്യം മനസ്സിലാക്കി വരാനായിട്ട് സാധിക്കും. പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാല് നമുക്ക് ഒന്നും തലേ കയറില്ല, ഒരു എന്താണ് ഒന്നും സംഭവിച്ചതായിട്ട് നമുക്ക് തോന്നൂല. പെട്ടെന്ന് തന്നെ നമ്മൾ ആ കൃപയിൽ നിന്ന് ഇറങ്ങി പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ അനുഗ്രഹമാക്കി മാറ്റുവാൻ എന്താണ് പ്രാർത്ഥന എന്ന് പറയുന്നത്, ദൈവത്തിന് മുമ്പിലുള്ള ഒരു റെസ്പോണ്ട് കേൾക്കാനും സംസാരിക്കാനുള്ള ഒരു അവസരമാണ്. ഈ സമയം, ഈ 3 മണി എന്ന് പറയുന്ന സമയം ഈശോ റെസ്പോണ്ട് ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് എന്താ, ഈശോയെ വിളിക്കുക. എങ്ങനെ? വെറുതെ ഈശോയെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഈശോ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് വിളിക്കുന്നതിലാണ് കുറച്ചുകൂടി വിളിക്കൊരു അർത്ഥം ഉണ്ടാവുന്നത്, അല്ലേ? ഈശോ ആരാണെന്ന് അറിയാതെ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചതുപോലെ തന്നെ അല്ല, അത് ഓരോരുത്തരുടെയും ചിന്ത പോലെ, ഇപ്പൊ എന്തിനാ എന്നോട് ഇതൊക്കെ പറയേണ്ട കാര്യം എന്താണ് എന്ന് ഞാൻ ചോദിച്ച പോലെ നമുക്ക് അറിവില്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ പറയാം. കർത്താവ് അത് കേട്ടിട്ട് എന്താണ്, നമുക്ക് ബുദ്ധിയില്ല എന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ദൈവം ക്ഷമയോടെ അത് കാത്തിരിക്കും, അല്ലേ? നമ്മുടെ സമയമൊന്നും വെറുതെ വേസ്റ്റ് ആകാതിരിക്കുവാൻ ദൈവം തിടുക്കം കൂട്ടുന്ന സമയമാണ് എന്ത്, ഈ കൃപയുടെ മണിക്കൂർ. അതുകൊണ്ടാണ് ഈ കൃപയുടെ മണിക്കൂറിന് അത്രമാത്രം വാല്യൂ ഉള്ളത്. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവം ഭീകരമായ വേദനയുടെ അവസാന മണിക്കൂറുകളുടെ മണിക്കൂറുകളിൽ ആയിരിക്കുന്ന സമയം ഈശോയോട് എന്ത് ചോദിച്ചാലും ലഭിക്കുമെന്ന പ്രത്യാശയോടുകൂടെ വിശുദ്ധ ഫൗസ്റ്റീനെ കൊടുത്ത വാഗ്ദാനത്തെ നമുക്ക് ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ എല്ലാവരും തന്നെ കുമ്പസാരിക്കുമ്പോ ഹൃദയം തുറന്ന് കുമ്പസാരിക്കുവാൻ, വേസ്റ്റ് കുമ്പസാരം ഇല്ലാതിരിക്കുവാൻ, എനിക്കും നിങ്ങൾക്കും നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്കും അതുപോലെ കുമ്പസാരിക്കാതെ വർഷങ്ങളോളമായിരിക്കുന്നതിൽ നമുക്ക്
നമ്മൾ ഈശോയോട് ചോദിക്കുന്ന എന്താണെന്ന് നല്ല ബോധ്യം ഉണ്ടാവണം. അപ്പോഴാണ് ഈശോ സോളമനോട് പറഞ്ഞ പോലെ, എന്താണ് സോളമൻ ചോദിച്ചത്, എനിക്ക് അത് വേണം ഇത് വേണം എന്നല്ല, ജനങ്ങളെ, ദൈവത്തിന്റെ ജനത്തെ ഭരിക്കുവാനുള്ള ജ്ഞാനം തരണമേ, വിവേകം തരണമേ. ഇതുപോലെ തന്നെയാണ് ദൈവമേ, ദൈവത്തിന്റെ ജനം നശിഞ്ഞു പോകാനിടയുള്ള പല കാരണങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ ഒരു അനുതാപത്തിന്റെ ഏറ്റുപറച്ചില് ലഭിക്കുന്നതിനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഈ ദിവസങ്ങളിലൊക്കെ കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങുന്ന ദിവസങ്ങളാണല്ലോ. നമുക്ക് ആ ഒരു കൃപയെ തിരിച്ച് പിടിക്കുവാനുള്ള ഒരു അനുഗ്രഹം, കുമ്പസാരം ആത്മാർത്ഥമായിട്ട് കുമ്പസാരിക്കുക. നമ്മുടെ കുടുംബങ്ങളിലുള്ളവര്, നമ്മുടെ ഇടവകയിലുള്ളവര്, നമുക്ക് അറിവുള്ളവര് അറിവില്ലാത്തവരുമായ ദൈവകൃപയുടെ കീഴില് വന്നു കൊണ്ട് നിർത്തുവാൻ അനുതാപത്തിന്റെ കൂടാരത്തിലേക്ക് സമീപിക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്കായി കാരുണ്യ